കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലത് കൈകൊണ്ടാണ് അദ്ദേഹം വെടിയുതിർത്തിരിക്കുന്നത് എന്നാണ് വിവരം. നെഞ്ചിന്റെ ഇടത് ഭാഗത്താണ് വെടിയുതിർത്തത്. ഇടത് ഭാഗത്തെ വാരിയല്, അതായത് അഞ്ചാമത്തെ വാരിയല് തുളച്ചു കയറി ബുള്ളറ്റ് അകത്തേക്ക് കയറി ഹൃദയത്തിൽ തറയ്ക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയത് തന്നെയാണ് മരണകാരണമെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം രാവിലെയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ആദ്യം കേട്ടത് ഒരു 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങും എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, രാവിലെ 7:30 തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അതിന്റെ എല്ലാ വശങ്ങളും ഡോക്ടർമാർ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ബുള്ളറ്റ് ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും മൃതദേഹം നാളെ മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. ബനാർഘട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ഒരു മരണത്തിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. ഇത് മാത്രമല്ല, റോയിയുടെ സഹോദരൻ ബാബു സിജയും രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം ആത്മഹത്യ തന്നെയാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ ബാലിസ്റ്റിക് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. റോയിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേരം വരെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഒരു ഉദ്യോഗസ്ഥരും രംഗത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ, അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. റോയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടില്ല. CJ റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിയമപരമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. 2 മാസമായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് ഇന്നലെയും ഉണ്ടായതെന്നും റോയിക്ക് മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നും അന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക വിശദീകരണ കുറിപ്പ് പുറത്തിറക്കാനാണ് IT വകുപ്പിന്റെ ആലോചന. അതേസമയം കടുത്ത സമ്മർദ്ദവും മാനസിക പ്രയാസവും ഉണ്ടായി എന്ന് തന്നെ ആവർത്തിക്കുകയാണ് കുടുംബം ഇപ്പോൾ. അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളൊന്നുമല്ല റോയ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരോട് ചോദിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു രീതി, ഒരു പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാകും. ഇതിലും വലിയ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ താണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയതും ഈ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതുമൊക്കെ. പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ഉടനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കൃത്യമായി കടുത്ത മാനസിക സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കുറെ ദിവസങ്ങളായി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിലും റോയിയുടെ വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡ് നടത്തിയിരുന്നു. മാനസികമായി ഇതെല്ലാം അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ദുബായിൽ തന്റെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു നീക്കത്തിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായും തകർത്തുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ നിരാശനായിട്ടാണ് കാണപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, അദ്ദേഹത്തോടൊപ്പമുള്ള ജീവനക്കാരും പറയുന്നുണ്ട്. റോയിയുടെ വിയോഗത്തിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. സംരംഭക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്ന വാർത്ത അതീവ ഗൗരവതരമാണ്. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിൽ ഇടപെടാനും അന്വേഷണം നടത്താനും കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ CJ റോയിയെ പോലെ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള വലിയൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യവസായിക്ക് ഇത്തരമൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്.
അന്വേഷണങ്ങളുടെ പേരിൽ അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളോ മറ്റ് അസ്വാഭാവികമായ നടപടികളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ജുഡീഷ്യറി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ് അഭികാമ്യം. CJ റോയിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. റോയിയുടെ ആത്മഹത്യയെ തുടർന്ന് ഇപ്പോൾ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയാണ് പോലീസ്. കോൺഫിഡന്റ് പെന്റഗൺ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് റോയി ആത്മഹത്യ ചെയ്തത്. സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. FSL ലാബ് ഉദ്യോഗസ്ഥരും അശോക് നഗർ പോലീസും സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തി. വെടിയുതിർത്ത തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിൽ നടത്തിയത് റെയ്ഡ് തന്നെയാണെന്ന് ആദായ നികുതി വകുപ്പ് ഇതിനിടയിൽ വീണ്ടും സ്ഥിരീകരിക്കുകയാണ്. ആവർത്തിച്ച് ഉദ്യോഗസ്ഥർ പറയുകയാണ്. കെട്ടിടത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം ജീവനക്കാരാണ് ആദ്യം അറിയിച്ചത്. വെടിയുതിർത്ത ശബ്ദം കേട്ട് IT ഉദ്യോഗസ്ഥരെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരിൽ നിന്നും വിശദമായി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. റോയിയുടെ മൃതദേഹം നാരായണ ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതും.